ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റാണ്. ഓൾറെഡി ഒരു വർഷം മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഫുള്ള് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കൊരു മുക്കാൽ ഭാഗം മാത്രം ചെയ്താൽ മതി. ബോട്ടമിൽ വന്നിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. ഗോദ്രേജ് പ്രൊഫഷണലിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, നല്ല ഒരു പ്രോഡക്റ്റാണത്. എൻഡിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബോട്ടമിൽ നമ്മൾ റൂട്ടിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ. ഓൾറെഡി കളറും ചെയ്ത് സ്മൂത്തനിങ് ചെയ്തിട്ടുള്ള ഹെയറാണ് ഒരു വർഷം മുമ്പ്. അതുകൊണ്ട് നമുക്ക് എൻഡിലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എൻഡിൽ ഇതുവരെ ഇത് പോയിട്ടില്ല. കളറും സ്മൂത്തനിങ് ചെയ്തത് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അത് അത്രയും മാത്രം ചെയ്യേണ്ട. ഇത് പ്രോസസ്സിങ് ചെക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ പ്രോസസ്സിങ് ആയോ എന്ന് നോക്കണം. ഒരു എസ് പോലെ വന്നു കഴിഞ്ഞാൽ പ്രോസസ്സിങ് ആയി ഹെയർ. അപ്പോൾ തന്നെ നമുക്ക് വാഷ് ചെയ്യാം. നന്നായിട്ട് വാഷ് ചെയ്യണം. ഒരു 5 മിനിറ്റ്സ് എങ്കിലും എടുത്തിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആകണം. നല്ല ഡ്രൈ ചെയ്തതിന് ശേഷം പാർട്ടീഷൻ എടുത്തിട്ട് സെക്ഷൻ എടുത്ത് ബ്ലോ ഡ്രൈ ചെയ്യണം. കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുത്തിട്ടാണ് അയൺ ചെയ്യാനുള്ളത്. അയണിങ് മെഷീൻ എൻ്റെ അടുത്തിരിക്കുന്നത് ഐക്കോണിക്കിൻ്റെയാണ്. ഐക്കോണിക്കിൻ്റെ ഗോൾഡ് പ്ലാറ്റാണ് ഉള്ളത്. നല്ല റിസൾട്ടാണ് അത് ചെയ്യാൻ. നല്ല ഷൈനിങ് ആണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്നത് ന്യൂട്രലൈസറാണ്. ന്യൂട്രലൈസർ ഇട്ട് നമുക്കൊരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ ടൈമൊന്നും വെക്കണ്ട. ഇത്ര മതി. ന്യൂട്രലൈസർ ഇട്ട് ഇതേപോലെ കോംബ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണ്ട. 10 മിനിറ്റ് വെച്ചതിന് ശേഷം 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഫുള്ള് വാഷ് ചെയ്ത് കളയുക. നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്യേണ്ടത്. അതിന് ശേഷം നല്ല ഡ്രൈ ആക്കി സ്ട്രെയിറ്റ് ബ്ലോ ഡ്രൈ ചെയ്യുക. അത് നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ടാണ് കാണുന്നുണ്ട്. നല്ല ഷൈനിങ് ആയിട്ട് വന്നിട്ടുണ്ട്.